സോ ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു സിമ്പിൾ വീഡിയോ കാര്യങ്ങളൊക്കെ തന്നെയാണ്, നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, സോ എന്താണ് ഇ കൊമേഴ്സ് എന്നാണ് നമ്മൾ ഇന്നത്തെ പറയാനായിട്ട് പോകുന്നത്. സോ ഇ കൊമേഴ്സ് നിങ്ങൾ എല്ലായിടത്തും കേട്ട് കാണും, പക്ഷെ നിങ്ങൾക്ക് അധികം ആർക്ക് ഇ കൊമേഴ്സ് എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഇ കൊമേഴ്സ് ബിസിനസ് എന്താണെന്ന് അറിഞ്ഞുകൂടാ. സോ അതൊക്കെയാണ് ഇന്നത്തെ പറയാനായിട്ട് പോകുന്നത്. സിമ്പിൾ വീഡിയോ കാര്യം തന്നെ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്ന ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട മറക്കട്ടെ. അതുപോലെ ഫ്രീ ആയുള്ള മെന്റർഷിപ്പ് ഗ്രൂപ്പിൽ ജോയിൻ കാലൊക്കെ വെച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവിടെ നിന്നും അത്യാവശ്യം ഗ്രോയിങ് കളർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എന്നോടും സബ്സ്ക്രൈബേഴ്സ് ആയിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്ത് ഡൗട്ട് കളർ ചോദിച്ച് ഗ്രോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇ കൊമേഴ്സ് എന്താണ്, അതുപോലെ തന്നെ ഇ കൊമേഴ്സ് ബിസിനസ് എന്താണ്. സോ നിങ്ങൾക്ക് ഇ കൊമേഴ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, അതായത് സീറോ ഇൻവെസ്റ്റ്മെന്റിൽ ഇ കൊമേഴ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ വീഡിയോ ആണെങ്കിൽ പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് നേരെ വീട്ടിൽ പോകാം. വീട്ടിൽ പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സോ നേരെ വീട്ടിൽ പോകാം. നമ്മൾ ഇന്നത്തെ നോക്കാനായിട്ട് പോകുന്നത് എന്താണ് ഇ കൊമേഴ്സ്. സോ ഇ കൊമേഴ്സ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്, ബട്ട് അങ്ങനെ ആർക്കും എന്താണ് ഇ കൊമേഴ്സ് എന്ന് അറിയില്ല. കുറോട് ചോദിക്കുന്നത് എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത്, പറഞ്ഞ് ഇ കൊമേഴ്സ് ബിസിനസ് തന്നെ പൈസ ഉണ്ടാക്കുന്നതൊക്കെ പറയുന്നുണ്ട്. സോ അതെല്ലാവർക്കും ഇങ്ങനെ അറിയാണ്ട് വരില്ല, എന്താണ് ഇ കൊമേഴ്സ് എന്നൊക്കെ അറിയാണ്ട് വരില്ല. സോ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നോക്കുന്നത് വാട്ട് ഈസ് ഇ കൊമേഴ്സ്. നമ്മുടെ ഇന്നത്തെ ഡേയിൽ നമ്മൾ ഫുൾ ബിഗിനർ ഗൈഡാണ് നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്. ഇ കൊമേഴ്സിന്റെ ബിഗിനർ ഗൈഡ് നമ്മൾ തരാനായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇ കൊമേഴ്സ് എന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടാവും, പക്ഷെ ആക്ച്വലി അതെന്താണെന്ന് ക്ലിയർ ആയിട്ട് പലർക്കും അറിയില്ല. സോ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, നമ്മളിപ്പോ ഓരോരുത്തർ ചോദിക്കുന്നത് എന്ത് ബിസിനസ് ആണ് ചെയ്യുന്നത്, എങ്ങനെ ഇത്ര പൈസ ഉണ്ടാകുന്നത് ചോദിക്കുന്നുണ്ട്. സോ അവർ പറയും ഞാൻ ഇ കൊമേഴ്സ് ബിസിനസ് ചെയ്യുന്നുണ്ട്, ബട്ട് ഇപ്പൊ നമ്മൾ പക്ഷെ നമുക്ക് എന്താണ് ആ ഒരു ഇ കൊമേഴ്സ് ബിസിനസ് എന്താണെന്ന് അറിഞ്ഞുകൂടാ. സോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഞാൻ ഈ വീഡിയോയിൽ എങ്ങനെയാണ് ഇ കൊമേഴ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞില്ല, എന്താണ് ഇ കൊമേഴ്സിനെ പറയുന്നുള്ളൂ. ഓക്കെ, എന്താണ് ഫസ്റ്റ് നോക്കാം. വാട്ട് ഈസ് ഇ കൊമേഴ്സ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇന്റർനെറ്റ് ഉപയോഗിച്ച് പ്രോഡക്ട്സ് വാങ്ങുകയും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വിൽക്കുകയും ചെയ്യുന്നുണ്ട്. സോ അതിനെയാണ് നമ്മൾ ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഇന്റർനെറ്റ് യൂസ് ചെയ്തിട്ട് പ്രോഡക്റ്റ് വാങ്ങുന്നതും വിൽക്കുന്നതുമാണ് ഇ കൊമേഴ്സ്. മനസ്സിലായല്ലോ, സിമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ഐഡിയ കിട്ടിക്കാണും. നമ്മൾ ഇന്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ സാധനങ്ങൾ വാങ്ങുന്നത് വിൽക്കുന്നതാണ് ഇ കൊമേഴ്സ്. അതായത് നമ്മളൊരു ഷോപ്പിൽ പോകാതെ തന്നെ മൊബൈൽ ഉപയോഗിച്ച് പ്രോഡക്റ്റ് വാങ്ങുകയും ചെയ്യുന്നുണ്ട്, വിൽക്കുകയും ചെയ്യുന്നുണ്ട്. സോ അതിനെയാണ് നമ്മൾ ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് മനസ്സിലായല്ലോ. നമ്മുടെ മൊബൈൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ഓരോ പ്രോഡക്റ്റ് വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്. സോ എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ എപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ ഐഡിയ കിട്ടിക്കാണും. ഇ കൊമേഴ്സിന്റെ ആ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കിട്ടിക്കാണും. ആമസോൺ ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ്, ഒരു കമ്പനിയാണ്. ഫ്ലിപ്കാർട്ട് ഇ കൊമേഴ്സ് കമ്പനിയാണ്. മീഷോ ഒരു ഇ കൊമേഴ്സ് കമ്പനിയാണ്. സോ ഇതൊക്കെ ഒരു ഇ കൊമേഴ്സ് കമ്പനിയാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇ കൊമേഴ്സ് എന്നത് എന്താണ്. നമ്മൾ ഓൺലൈൻ വഴി ഈ പ്ലാറ്റ്ഫോമിലൊക്കെ നമ്മൾ എന്താണ് ഓൺലൈൻ വഴി ഒരു സംഭവം ഓർഡർ ചെയ്യുമല്ലോ. സോ അതിനെയാണ് നമ്മൾ ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ അടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം എല്ലാം നമ്മൾ ഇ കൊമേഴ്സ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യും, അതുപോലെ തന്നെ എന്താണ് അവർ പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യും. ഇപ്പൊ എക്സാമ്പിൾ എനിക്കൊരു ഷൂ ആണെങ്കിൽ ഞാൻ എന്താണ് ഈ ആമസോണിൽ ഫ്ലിപ്കാർട്ടിൽ കയറിയിട്ട് ഒരു ഷൂ ഓർഡർ ചെയ്താൽ അവരെന്താണ് എനിക്ക് ആ ഒരു പ്രോഡക്റ്റ് കൊണ്ടുതരും. സോ അതിനെയാണ് നമ്മൾ ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെ വർക്ക് ആവും, ഇ കൊമേഴ്സ് സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. എക്സാമ്പിൾ ആയിട്ട് ഇപ്പം ആമസോണിൽ നിന്ന് ഞാൻ ഒരു ഷൂ ഓർഡർ ചെയ്തു. സോ അതിന്റെ ഒരു സെല്ലറാണ്. ഓക്കെ, എന്റെ സെല്ലറാണ് ഷൂ കാരണം സെറ്റ് ആക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ആ ഷൂയുടെ ഫോട്ടോ അല്ലെങ്കിൽ ആ ഒരു ഷൂയുടെ പ്രോഡക്റ്റ് ആ ഒരു സെല്ലറായിരിക്കും ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. കസ്റ്റമറാണ് ഞാൻ എന്താണ് ഓൺലൈൻ വഴി ആ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്യും. സോ പേയ്മെന്റ് നോക്കുകയാണെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്, അതുപോലെ തന്നെ ഓൺലൈൻ പേയ്മെന്റ് ഉണ്ട്. അതൊക്കെ അവർ സെറ്റ് ചെയ്യുന്നതാണ്. സോ കോഡ് ക്യാഷ് ഓൺ ഡെലിവറി ആണ്, അത് നിങ്ങൾ എപ്പോഴും ഓർക്കുക. ഓക്കെ, കോഡ് ക്യാഷ് ഓൺ ഡെലിവറി കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എന്താണ് പ്രോഡക്റ്റ് ഡെലിവറി ആവും. സോ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ട് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം എനിക്കൊരു ഷൂ ആണെങ്കിൽ ഞാൻ നേരെ എന്താണ് ഫ്ലിപ്കാർട്ടിൽ അല്ലെങ്കിൽ ആമസോണിൽ ചെന്നിട്ട് ഞാൻ നേരെ ഒരു ഓർഡർ ചെയ്യും. സോ പക്ഷേ ആ ഒരു ഷൂ ഒക്കെ അപ്ലോഡ് ആക്കിയാണ് ആരായിരിക്കും, അതൊരു എന്താണ് സെല്ലർ ആയിരിക്കും. ആ സെല്ലർ ആയിരിക്കും ഷൂവിന്റെ ഡീറ്റെയിൽസ് എല്ലാം സംഭവം സെറ്റ് ആക്കുന്നത്. ഓക്കെ, സോ അതാണ് നമ്മൾ എന്താണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. ഇതിനെയാണ് നമ്മൾ ബേസിക് ആയിട്ട് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ടൈപ്പ്, അതായത് ഇ കൊമേഴ്സിന് പല ടൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായി നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ടൈപ്പ് 1 നോക്കുകയാണെങ്കിൽ നമ്മുടെ B2C ബിസിനസ് മോഡലാണ്. അതാണ് കുറച്ചുകൂടെ എളുപ്പം എന്ന് തോന്നുന്നത്. അതായത് B2C എന്ന് പറഞ്ഞാൽ ബിസിനസ് ടു കസ്റ്റമർ. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു ഫ്ലിപ്കാർട്ട്, ആമസോൺ, മീഷോ, മിന്ത്ര അതൊക്കെ ഒരു B2C മോഡലാണ്. ഇപ്പൊ ഞാൻ ആമസോൺ എടുത്തതിന് ശേഷം ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ B2C ആണ്. കാരണം ബിസിനസ് ടു കസ്റ്റമർ ആണ്. കാരണം അവരാണ് എനിക്ക് ഒരു പ്രോഡക്റ്റ് തരുന്നത്. അതായത് ഒരു ഫസ്റ്റ് മോഡൽ പ്രോഡക്റ്റ് ബിസിനസ് ടു കസ്റ്റമർ, അതായത് അവരാണ് എനിക്ക് ആ പ്രോഡക്റ്റ് തരുന്നത്. മനസ്സിലായല്ലോ. പിന്നെ B2B ഉണ്ട്, ബിസിനസ് ടു ബിസിനസ്. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് B2Cയും അതുപോലെ തന്നെ C2C ആണ്. നിങ്ങൾ B2B നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബിസിനസ് ടു ബിസിനസ് ആണ്. ഓക്കെ, സോ B2C ആണ് നമ്മൾ എല്ലാവരും ചെയ്യുന്നത്. B2C നമ്മൾ ഓൾറെഡി ഒരു പ്രോഡക്റ്റ് നമ്മൾ ഓൺലൈൻ വഴി വാങ്ങുന്നുണ്ട്. ആ ഒരു ബിസിനസ് ആണ് നമുക്ക് എന്താണ് സപ്ലൈ ചെയ്യുന്നത്. അത് നിങ്ങൾ എപ്പോഴും ഓർക്കുക. അങ്ങനെ നിങ്ങൾ ഓർത്താൽ മതി, നിങ്ങൾക്ക് എളുപ്പമായി മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, സോ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ
താഴോട്ട് സ്ക്രോൾ ചെയ്താൽ കാണാനായിട്ട് പറ്റും. C2C ഉണ്ട്. പിന്നെ C2C നമ്മളെ കസ്റ്റമർ ടു കസ്റ്റമർ ആണ് പറയുന്നത്. C2C കസ്റ്റമർ ടു കസ്റ്റമർ കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്പോൾ ഓർക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു സെക്കൻഡ് ഹാൻഡ് പ്രോഡക്റ്റ് ആയിരിക്കും അത് C2C വരുന്നത്. ഇപ്പൊ നമ്മൾ OLX അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് സ്റ്റോർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതായത് സെക്കൻഡ് ഹാൻഡ് ഇതൊക്കെ ഇപ്പൊ ഞാൻ ഒരു ഫോൺ എടുത്തു, ഇപ്പം എന്താണ് C2C ആണ്, കസ്റ്റമർ ടു കസ്റ്റമർ. ഞാൻ ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് C2C ആണ്. ഞാൻ ഇപ്പോൾ ഒരാളെ ചോദിക്കുന്നുണ്ട്, നീ ഒരു ഫോൺ ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട്, അപ്പൊ എന്താണ് ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ വേണം, അപ്പൊ ഞാൻ അവന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിക്കുന്നു. സോ അതാണ് C2C എന്ന് പറയുന്നത്. സോ ഈ ഒരു e-commerce ബിസിനസ് പോലെ എന്താണ് മെയിൻ ആയിട്ട് 3 തരമാണുള്ളത്: B2C, B2B, C2C. പക്ഷേ എന്താണ് നമ്മൾ ബിഗിനറൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് B2C ആണ്. അത് ഞാൻ പറഞ്ഞത് എപ്പോഴും ആ ഒരു B2C മാത്രം ഓർത്തുകൊണ്ടിരിക്കാൻ പറയുന്നു. ഓക്കെ, പിന്നെ മെയിൻ ആയുള്ള ക്വസ്റ്റ്യൻ കാണും. ഇപ്പൊ നമുക്ക് ഇപ്പൊ എല്ലാവർക്കും മൈൻഡ് വരെ ക്വസ്റ്റ്യൻ കാണും, നമുക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? സോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ എത്രയാണ് കോസ്റ്റ് ഒക്കെ വരുന്നത്, എങ്ങനെയൊക്കെ ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും? സോ അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഇതിന് ഒരുപാട് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് e-commerce ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? 100% പറ്റും. സീരിയസ് പറ്റുമോ? പറ്റും. ഓക്കെ, സോ ഷോർട്ട് ആൻസർ നമ്മൾ നോക്കുകയാണെങ്കിൽ പറ്റും. ബട്ട് എന്താണ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്രോഡക്റ്റ് സ്റ്റോക്ക് വേണ്ട, ഷോപ്പ് വേണ്ട, അങ്ങനെ ഒരു സംഭവം വേണ്ട. ജസ്റ്റ് മൊബൈലും ഇന്റർനെറ്റും മാത്രം മതി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്താണ് e-commerce മനസ്സിലായല്ലോ. സോ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ റീസെല്ലിംഗ്, ഡ്രോപ്പ് ഷിപ്പിംഗ് പോലുള്ള മെത്തേഡ്സ് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, റീസെല്ലിംഗ് നമ്മൾ ഓൾറെഡി മീഷോയുടെ ഒരു സംഭവം ചെയ്യുന്നുണ്ട്. സോ അതൊരു e-commerce ബിസിനസ് ആണ്. ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്നവർക്ക് അറിയാം, അതൊരു e-commerce ബിസിനസ് മോഡലും കാര്യങ്ങളൊക്കെയാണ്. സോ അതിനൊക്കെയാണ് നമ്മൾ e-commerce പറയുന്നത്. സോ ഇതൊക്കെ എന്താണ്, നമ്മൾ ഓൺലൈൻ വഴി വാങ്ങുക വിൽക്കുക ചെയ്യുന്ന സാധനങ്ങളാണ്. സോ അതിനെയാണ് നമ്മൾ e-commerce എന്ന് പറയുന്നത്. പക്ഷെ ട്രൂത്ത് പറയുകയാണെങ്കിൽ നിങ്ങളിപ്പം ഇതൊക്കെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണം, കുറെ പൈസ ഉണ്ടാക്കണം എന്ന് വെച്ചാൽ അഫ്കോഴ്സ് നമുക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാണ്ട് പറ്റും. ബട്ട് ഇതിന് പ്രോപ്പർ ആയിട്ട് ഒരു ഐഡിയ വേണം, പ്രോപ്പർ ആയിട്ട് സ്ട്രാറ്റജി വേണം. ഏറ്റവും ഉപരി വേണ്ടത് കൺസിസ്റ്റൻസി ആണ്. ഇത് നമുക്ക് 2 തരം ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് നമുക്ക് പെയ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. സോ പെയ്ഡ് ആയിട്ട് ചെയ്യുന്നവർക്ക് കൺസിസ്റ്റൻസിന്റെ ആവശ്യമില്ല. അവർക്ക് പ്രോപ്പർ ആയിട്ട് ഒരു മെത്തഡ് അനാലിസ് ചെയ്താൽ മാത്രം മതി, എങ്ങനെ നമുക്ക് ആഡ്സ് പ്രോപ്പർ ആയിട്ട് റൺ ചെയ്യണം. സോ അതവർ മെയിൻ ആയിട്ട് പഠിച്ചു വെച്ചാൽ മാത്രം മതി. അങ്ങനെ അവർക്ക് എന്താണ്, ആ ഒരു ആഡ്സിൽ ഒരു മാസ്റ്റർ എടുത്താൽ അവരുടെ പ്രോഡക്റ്റ് നല്ല പ്രോഡക്റ്റ് ആണെങ്കിൽ എന്താണ് അവർക്ക് അടിപൊളിയായിട്ട് സെയിൽ കിട്ടുന്നതായിരിക്കും. ബട്ട് കൺസിസ്റ്റൻസി വേണ്ടത് വേറൊരു കൂട്ടർക്കാണ്, അതായത് നമ്മളെപ്പോലുള്ള കൂട്ടർക്കാണ്. നമുക്ക് ആഡ്സ് റൺ ചെയ്യാൻ പൈസ കാണൂല. നമ്മളിപ്പം ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു റീസെല്ലിംഗ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മളൊരു പ്രോഡക്റ്റ് എടുത്തതിന് ശേഷം ഡയറക്റ്റ് പ്രൊമോട്ട് ആയിരിക്കും ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പോലുള്ള എന്താണ് ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ പ്രോഡക്റ്റ് പ്രൊമോട്ട് ആയിരിക്കും ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു ദിവസം ഒരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്ത് രണ്ടാമത്തെ ദിവസം നമ്മൾ രണ്ടാമത്തെ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്ത് നമുക്ക് വ്യൂസ് ഒന്നും കിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളോട് സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. സോ അങ്ങനെ ചെയ്യുന്നവർ ഈ ഒരു ബിസിനസ് മോഡൽ സ്റ്റാർട്ട് ചെയ്യരുത്. കാരണം ഇതിൽ വേണ്ടത് കൺസിസ്റ്റൻസി ആണ്. ഡെയിലി എഫേർട്ട് ഇട്ടാൽ മാത്രമേ നമുക്ക് സ്ലോ ആയിട്ട് ഇൻകം ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ഒരു പേജ് ഒന്ന് എൻഗേജ് ആയി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് ഒരുപാട് സെയിൽസ് വരുന്നതായിരിക്കും. നമ്മുടെ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മൾ സെല്ലാക്കുന്ന പ്രോഡക്റ്റ് ആണ്. ആ ഒരു പ്രോഡക്റ്റ് എപ്പോഴും ട്രെൻഡിങ്ങും ആയിരിക്കണം, അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിംഗ് പ്രൊഡക്റ്റും ആയിരിക്കണം. അങ്ങനെയായിരിക്കും നിങ്ങൾക്ക് സെയിൽ കിട്ടുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് e-commerce ബിസിനസ് എന്താണെന്ന് മനസ്സിലായി കാണും. ഓക്കെ, സോ സിമ്പിളും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ഈ ഒരു മെത്തേഡ്, അതായത് ഈ ഒരു സംഭവം എന്താണ് e-commerce ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ e-commerce പ്ലാറ്റ്ഫോം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മെയിൻ, അതായത് ഒരു ഫുൾ വീഡിയോ വേണമെങ്കിൽ, എങ്ങനെ ഒരു e-commerce ബിസിനസ് മോഡൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഫുൾ വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് മറക്കണ്ട. നിങ്ങൾക്ക് മനസ്സിലായില്ലോ എന്ന് കമന്റ് ആക്കാണ്ട് മറക്കണ്ട. സോ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ. ഈ ചുമ്പേ നമ്മൾ കണ്ടിട്ട് തോന്നുന്നത് ഇങ്ങനത്തെ ഒരു വീഡിയോ റെക്കോർഡ് ആക്കിയത്. ഓക്കെ, ഒരുപാട് ഡൗട്ടുകളൊക്കെ വന്നല്ലോ, എന്താണ് e-commerce. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ, സിമ്പിൾ അല്ലേ. സോ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച്, അതായത് എങ്ങനെ ഒരു മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യുക, ഈ ഒരു e-commerce ബിസിനസ് പോലെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന വീഡിയോ വേണമെങ്കിൽ കമന്റ് ആക്കേണ്ട പറയണം. ഉറപ്പായിട്ട് ചെയ്യുന്നതായിരിക്കും. സപ്പോർട്ടുള്ള കിട്ടിയാൽ മാത്രം മതി. റോഡ് ടു 1K സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെയാണ് പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ജസ്റ്റ് സബ്സ്ക്രൈബും കളൊക്കെ ചെയ്തേക്കാം. ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. കമന്റിൽ ഡൗട്ടും കളൊക്കെ ചോദിക്കാൻ നമ്മൾ പെട്ടെന്ന് ക്ലിയർ ആക്കി തരുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഫ്രീ ആയുള്ള മെന്റർഷിപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ ഡൗട്ട് ചോദിക്കേണ്ട പറ്റുന്നതായിരിക്കും. അപ്പൊ ഈ ഇത്ര മാത്രമുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ തോന്നുന്നത്, നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു. നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചോദിക്കേണ്ട മറക്കണ്ട, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നിവിടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് എന്താണ് e-commerce, അതുപോലെ e-commerce പ്ലാറ്റ്ഫോംസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് e-commerce ബിസിനസ് എന്താണ്, എങ്ങനെ ചെയ്യാന്നുള്ള വീഡിയോ പറഞ്ഞില്ല. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ ഓൾറെഡി e-commerce ബിസിനസ് ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. മീഷോകളൊക്കെ യൂസ് ചെയ്ത് റീസെല്ലിംഗ് ചെയ്യുന്ന ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കണ്ടുനോക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമന്റ് ആക്കിയാൽ മതി. ഓക്കെ, സോ ഇത്ര മാത്രമേ ഉള്ളൂ. ഇതിൽ മികച്ച അടുത്ത വീഡിയോ വീണ്ടും കാണാം. സീ ഗൈസ്.